നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും വിരാമമായിരിക്കുകയാണ്. 90 ദിവസത്തേക്ക് പകരച്ചുങ്കം പിൻവലിക്കാൻ തീരുമാനിച്ചതോടെയാണ് വ്യാപാര യുദ്ധം ഏതാണ്ട് അവസാനിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ 145% നിന്ന് 30%-ആയി US-ഉം, അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുവ 125% നിന്ന് 10%-ആയി ചൈനയും വെട്ടിക്കുറച്ചു. സാമ്പത്തിക വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തിയ ആഗോള മാന്ദ്യത്തിൻ്റെ ആശങ്കകൾ വിതച്ച ഈ വ്യാപാര യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? ആർക്കാണ് ഇതുകൊണ്ട് നേട്ടങ്ങളുണ്ടായത്? അമേരിക്കയ്ക്കോ അതോ ചൈനയ്ക്കോ? ഈ വിഷയമാണ് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെൻ്റ്, MBEDA മുൻ ചെയർമാൻ ഡോക്ടർ KN രാഘവൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവർ. ആദ്യം ഡോക്ടർ രാഘവൻ, ഈ താരിഫ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഏതെല്ലാം തരത്തിൽ വ്യവസായങ്ങളെ ബാധിക്കും? ആദ്യമായിട്ട് ടാരിഫ് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരും. ടാരിഫ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശത്ത് നിന്ന് ഒരു രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന ചുങ്കമാണ്. അപ്പൊ ചുങ്കം ചുമത്തിക്കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, അതായത് ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പൊ അതായത് വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ സ്വന്തം രാജ്യത്തിലേക്ക് വന്ന് അത് കാരണം ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടാവില്ല. അതാണ് ഒരു കാര്യം. രണ്ട്, ഇതുവഴി കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഒരു വരുമാനത്തിന്റെ ഒരു വലിയ സ്രോതസ്സാണ്. ഇത് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്ന്, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നുള്ള ചില കാര്യങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കണമെങ്കിൽ അതിനും ടാരിഫ് ഉപയോഗിക്കാം. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എല്ലാ കാലത്തും ഫ്രീ ട്രേഡിൽ വിശ്വസിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ്. WTO കൊണ്ടുവന്നതും എല്ലാ രാജ്യങ്ങളും WTOയുടെ ചട്ടങ്ങൾ പ്രകാരം മാത്രമേ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നടത്താൻ പാടുള്ളൂ നിഷ്കർഷിച്ചത് ഈ ഫ്രീ ട്രേഡ് എന്ന അവരുടെ സങ്കല്പം നടത്തുവാൻ വേണ്ടിയാണ്. പക്ഷെ അമേരിക്കയ്ക്ക് പറ്റിയ ഒന്ന് രണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ട്രംപ് ഈ രീതിയിലുള്ള ഒരു ടാരിഫ് യുദ്ധത്തിന് മുൻകൈ എടുത്തത്. രണ്ട് പ്രശ്നങ്ങൾ അമേരിക്കയിലുണ്ടായി. ഈ പ്രശ്നങ്ങൾ വഴിയാണ് ട്രംപിന് അധികാരം കിട്ടിയത്. ഒന്ന്, അമേരിക്കയിൽ നിന്ന് വ്യവസായങ്ങൾ ഒരുവിധം, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കാര്യമായിട്ട് പുറത്തേക്ക് പോയി. ആദ്യം മെക്സിക്കോയിലേക്കും അതുകഴിഞ്ഞ് ചൈനയിലേക്കും ഈ വ്യവസായങ്ങളെല്ലാം പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ചൈനയിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ പോയപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് ഇതുവഴി ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. അത് പലയിടത്തും, പ്രത്യേകിച്ച് വാൻസ് എല്ലാം വരുന്ന ആ മേഖലയിൽ ധാരാളം പേർക്ക് ജോലി നഷ്ടപ്പെട്ട് അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു. അപ്പൊ ഇത് മാറ്റിയെടുക്കും, അമേരിക്കയിലേക്ക് രണ്ടാമത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കൊണ്ടുവരും എന്നൊരു വാഗ്ദാനം ട്രംപ് നൽകിയിരുന്നു. അതൊന്ന്. രണ്ടാമത്, അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയൊരു വ്യാപാര കമ്മിയുണ്ട്. അമേരിക്ക കയറ്റുമതി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറക്കുമതി തന്നെയാണ് കൂടുതൽ വരിക. ഇത് താൻ തിരുത്തും, ഈ വ്യാപാര കമ്മി തിരുത്തിക്കും എന്നുള്ള വാഗ്ദാനം കൂടി ട്രംപ് നൽകിയിരുന്നു. വ്യാപാര കമ്മി കൂടിയാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? കാരണം നമുക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതായത് ഇറക്കുമതി കയറ്റുമതിയുടെ കാര്യത്തിൽ ഒരു നോർമലായിട്ടൊരു ബാലൻസ് ഉണ്ടാവും. കാരണം കൂടുതൽ ഇറക്കുമതി വരികയാണെങ്കിൽ കൂടുതൽ ഡോളർ അല്ലെങ്കിൽ കൂടുതൽ വിദേശ കറൻസി ആവശ്യമുണ്ടാവും. അങ്ങനെ കൂടുതൽ വിദേശ കറൻസി ആവശ്യം ഉണ്ടാകുമ്പോൾ ആ വിനിമയ നിരക്ക് കൂടും. വിനിമയ നിരക്ക് കൂടുമ്പോൾ അതിന് ഓട്ടോമാറ്റിക് ആയിട്ടൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ഇറക്കുമതി കുറയും. പക്ഷെ അമേരിക്കയുടെ കാര്യത്തിൽ സംഭവിച്ചില്ല. കാരണം അന്താരാഷ്ട്ര ട്രാൻസാക്ഷൻ മുഴുവൻ നടക്കുന്നത് ഡോളറിലാണ്. അതുകൊണ്ട് അമേരിക്കയിലെ യഥേഷ്ടമായിട്ട് ഡോളർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇത്രയധികം ഇറക്കുമതി ഉണ്ടായിട്ടും ഇത്രയധികം വ്യാപാര കമ്മി ഉണ്ടായിട്ടും ഡോളർ എപ്പോഴും വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഇത് തിരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അമേരിക്കൻ സമ്പദ്ഘടന നിലനിർത്താൻ വേണ്ടി ഇത് റിവേഴ്സ് ചെയ്യേണ്ട, ഇത് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനാണ് ട്രംപ് ശ്രമിച്ചത്. പക്ഷെ ഉണ്ടായത് ഇതൊന്നും സംഭവിച്ചില്ല. അതൊരു വശം. അപ്പൊ ടാരിഫ് കൊണ്ടുവരാനായിട്ടുണ്ടായ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്.
ടാരിഫ് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ വ്യവസായങ്ങൾ അമേരിക്കയ്ക്കുള്ള സാധനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങും. 2, ആഭ്യന്തരമായിട്ട് നിർമ്മിക്കുന്നവർക്ക് ഒരു സംരക്ഷണം കിട്ടും. 3, ഈ രീതിയിലുള്ള ആ ഡോളറിന്റെ മൂല്യത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ നിലവാരം മാറ്റി യഥാർത്ഥത്തിലുള്ള ശക്തി കണ്ടെടുക്കാൻ സാധിക്കും. പക്ഷെ സംഭവിച്ചത് എന്താണ്? ട്രംപ് വന്നു കഴിഞ്ഞിട്ട് ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ ഒരു റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറഞ്ഞൊരു കൊണ്ടുവന്നു. അത് പരാജയപ്പെടും. അത് കാരണം വലിയ തിരിച്ചടി നേരിടുന്നു വന്നപ്പോൾ അദ്ദേഹം തൽക്കാലം അത് ഫ്രീസ് ചെയ്തു. പക്ഷെ ചൈന മാത്രം തിരിച്ചടിച്ചു. കാരണം ചൈന പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ടാരിഫ് കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ട്രംപ് ടാരിഫ് കൂട്ടിയപ്പോൾ ചൈനയും ടാരിഫ് കൂട്ടി. അങ്ങനെ ട്രംപ് ഇരട്ടിപ്പിച്ചു, ചൈന ഇരട്ടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ 140, 125 ലോകത്ത് കേട്ടുകേൾവി ഇല്ലാത്തത്, അതായത് അടുത്ത കാലത്തൊന്നും ലോകത്ത് കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള ടാരിഫ് അമേരിക്കയും ചൈനയും കൊണ്ടുവന്നത്. ഇത് നിലനിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നില്ല. ഡോക്ടർ രാഘവൻ, താങ്കൾ പറഞ്ഞതുപോലെ ഇത് 90 ദിവസത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു നേട്ടമുണ്ട് എന്ന് പറയാവുന്നത് ആർക്കാണ്? അമേരിക്കയ്ക്കാണോ ചൈനയ്ക്കാണോ? ഇതില് നേട്ടം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും കോമൺ സെൻസ് ഉണ്ടായെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതുപോലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിച്ചു. കാരണം അമേരിക്കൻ വിപണിയിലുള്ള അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളുടെ ഭൂരിപക്ഷം ഒന്നെങ്കിൽ ചൈനയിൽ നിർമ്മിച്ച്, അല്ലെങ്കിൽ ചൈനീസ് കമ്പനി വിയറ്റ്നാമിൽ നിർമ്മിച്ച്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വിയറ്റ്നാം വഴി എത്തുന്ന വസ്തുക്കളാണ് 90% ഉള്ളത്. ഇതിന്റെ എല്ലാം വില കൂടി കഴിഞ്ഞാൽ അതിന് പൈസ ആര് കൊടുക്കേണ്ടി വരും? അമേരിക്ക കൊടുക്കേണ്ടി വരും. അമേരിക്കയിലെ സാധാരണ ബയേഴ്സ് കൊടുക്കേണ്ടി വരും. ഇത് നടക്കാതെ വന്നു. അല്ലെങ്കിൽ ഇതിന് തടയിടാനായിട്ട് സാധിച്ചു വന്ന ട്രംപിന്റെ വിജയമാണ്. കാരണം അല്ലെങ്കിൽ അമേരിക്കയിലെ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സിന് വലിയ വില കൊടുക്കേണ്ടി വന്നേനെ. അത് ട്രംപിന്റെ പിന്തുണയിൽ ഗണ്യമായ ഇടിവുണ്ടാവാനാണ് സാധ്യതയുണ്ടായിരുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അവർ പിടിച്ചു നിന്നു എന്ന് പറയാം. കാരണം ഷീ ജിൻപിങ് അവർ ബ്ലിങ്ക് ചെയ്തില്ല, ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയില്ല. അതൊരു വിജയമായി കാണാമെങ്കിലും ചൈനയെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ വിപണി നഷ്ടമായി കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തെ നേരിടുന്നുണ്ട് ചൈന എന്നാണ് അവിടുന്നുള്ള വാർത്താ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ചൈനയിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു മാന്ദ്യത്തെ നേരിടുന്ന സ്ഥിതിയിൽ നിന്ന് രാജ്യത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് രണ്ടുപേരും കോമൺ സെൻസ് അനുസരിച്ച് കുറച്ച് ബുദ്ധിയും വിവേകവും കാണിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതിൽ വിജയി ആരെന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരും തോൽവിയിൽ നിന്ന് തൽക്കാലം കരകയറി നിൽക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ PJ വിൻസെന്റ്, 90 ദിവസത്തേക്ക് താരിഫ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ വിജയം ആർക്ക് എന്ന് തീരുമാനിക്കാനായിട്ടില്ല. എങ്കിലും ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇതുകൊണ്ടുള്ള നേട്ടം അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇതിലെ വിജയവും പ്രാഥമികമായി അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് പറയാം. അമേരിക്ക എന്ന അർത്ഥത്തിൽ എടുക്കേണ്ട, അത് ട്രംപിന്റെ വിജയമാണ് എന്ന് പറയാം. കാരണം 2016 ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അദ്ദേഹം സ്വീകരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾക്ക് ഒരു പഴയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി അത് വളരെ കൃത്യമായി അദ്ദേഹം നടപ്പാക്കി. ഇപ്പോൾ ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉത്തര കൊറിയയെ ഞങ്ങൾ കരിച്ചു കളയും എന്നാണ് ട്രംപ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഉത്തര കൊറിയയുമായിട്ട് സൈനിക നീക്കം പോലും നടത്തിയേക്കുമോ എന്ന് ആശങ്കപ്പെട്ടു. പക്ഷെ വളരെ പെട്ടെന്ന് അതിലെ സമീപനം മാറ്റി. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് ഉത്തര കൊറിയയുമായിട്ട് സംവദിക്കുകയും അങ്ങനെ സെന്റോസ ഡിസ്കഷൻ ഉണ്ടാവുകയാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലാണ് ട്രംപിന്റെ ഒരു മെത്തേഡ്. അദ്ദേഹം ആദ്യം ഒരു എക്സ്ട്രീം നിലപാടെടുക്കും, അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അതിനെ നോർമലൈസ് ചെയ്യും. അതേസമയം ഈ പ്രശ്നത്തിന്റെ ഭാഗമായി ട്രംപ് എടുത്തിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ അമേരിക്കൻ നിലപാട്, യഥാർത്ഥത്തിൽ അതിലെ കാര്യമുണ്ട്. കാരണം 2018 ഈ ട്രേഡ് വാർ തുടങ്ങുന്നത്. അതിനാധാരമായി ട്രംപ് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. 2 കാര്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. ഒന്ന്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റാണ്. ആ കാര്യത്തിൽ ചൈന നമ്പർ 1 ആണ്. കാരണം ഈ ചൈനക്കാർ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ കൺസെപ്റ്റ് എന്നാണ്. എല്ലാ വസ്തുക്കളെയും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അമേരിക്കയിൽ നിർമ്മിക്കുന്ന കമ്പനികളിൽ നിന്ന് 20 വർഷത്തേക്ക് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. അത് കഴിഞ്ഞ് ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ട്രാൻസ്ഫർ ചെയ്ത് പോരണം എന്നതാണ് ചൈന പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു കരാർ. അത് 1ാം ഘട്ടമായിരുന്നു. പക്ഷേ ഗ്ലോബലൈസേഷൻ 2ാം ഘട്ടം വരുമ്പോഴേക്കും ഈ വെസ്റ്റേൺ ടെക്നോളജിയും അമേരിക്കൻ ടെക്നോളജിയും വൻതോതിൽ കോപ്പി ചെയ്ത് അതിനെ ഇൻഡിജിനിയസ് ടെക്നോളജിയുമായിട്ട് ചേർത്ത് മുന്നോട്ട് പോകാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റും വിലയും പരമാവധി കുറയ്ക്കുവാനും ക്വാളിറ്റി ഒറിജിനലിനെ വെല്ലുന്നതാക്കി നിലനിർത്താനും ചൈനയ്ക്ക് സാധിച്ചു. ഇത് വളരെ കൃത്യമായി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റിലൂടെയാണ് ചൈന അത് സാധിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അമേരിക്കൻ കൺസേൺ ആണ്. രണ്ടാമത്തത് ഈ വ്യാപാര മിച്ചത്തിലുള്ള അന്തരമാണ്. ഇപ്പൊ 2024
അമേരിക്ക ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചരക്കുകളുടെ മൂല്യം $435 ബില്യൺ. അതേസമയം ഈ 2024 അമേരിക്കയുടെ എക്സ്പോർട്ട് വെറും $143.55 ബില്യൺ മാത്രമാണ്. അപ്പം എന്ത് വലിയ അന്തരമാണ് ഇത് തമ്മിൽ നിലനിൽക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ വ്യാപാരത്തിലുള്ള ഈ വ്യത്യാസം, വൻതോതിൽ ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അതിന്റെ എല്ലാ ബെനിഫിറ്റും ചൈനയ്ക്കാണ് കിട്ടുന്നത്. അതേസമയം ചൈന അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾ കയറ്റുമതി സ്വീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ 2018 ഈ വ്യാപാര യുദ്ധം ആരംഭിച്ച ഘട്ടം, അതിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നത് 2020 2020 ജനുവരിയിൽ ഒരു കരാറ് ചൈനയും അമേരിക്കയും തമ്മിൽ രൂപപ്പെടുത്തിയിരുന്നു. ആ കരാറിന്റെ ഭാഗമായി $200 ബില്യൺ കച്ചവടം വർദ്ധിപ്പിക്കുവാൻ ചൈന സമ്മതിച്ചിരുന്നു. പക്ഷെ അത് പ്രയോഗത്തിൽ വന്നില്ല. ചൈന അത് പ്രായോഗത്തിൽ വരുത്തിയില്ല. ഇതാണ്. അതേസമയം പിന്നീട് ബൈഡന്റെ പ്രസിഡൻസിയുടെ കാലത്ത് ബൈഡൻ ആവട്ടെ ഈ വലിയ രൂപത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ പോയില്ല. എന്നാൽ രണ്ടാമത് 2025 ജനുവരി 20 ഓവൽ ഓഫീസിൽ വന്ന മുതൽ തന്നെ ട്രംപ് വളരെ ശക്തമായി ചൈനയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഒരു ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ 145% അമേരിക്ക ചുങ്കം ചുമത്തി, 125% അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും ചുങ്കം ചുമത്തി. ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ ഗ്ലോബൽ ട്രേഡ് തന്നെ റിസഷനിലേക്ക് പോവുകയാണ്. 0.2% റിസഷനാണ് ഗ്ലോബൽ ചരക്ക് കൈമാറ്റത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഗ്ലോബൽ ഇക്കണോമിയെ തന്നെ ബാധിക്കും. ഇത് ട്രംപിനും നല്ലതുപോലെ അറിയാം. പക്ഷേ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസിയുടെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആദ്യം അങ്ങേയറ്റത്തെ ഒരു നിലപാട് സ്വീകരിക്കുക, അതിനുശേഷം പടിപടിയായി പിന്നോട്ട് പോരുക. തലിബാനെ കരിച്ചു കളയും എന്നൊക്കെ ആദ്യം പറയുക, അതിനുശേഷം തലിബാനുമായിട്ട് എഗ്രിമെന്റ് ചെയ്യുക, അവിടെ നിന്ന് തലിബാനെ തന്നെ അംഗീകരിക്കുക. ടെററിസ്റ്റിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുക. അതിന്റെ തുടർച്ചയായിട്ട് അൽ ഖ്വയ്ദയുടെ ഭീകരനായിട്ടുള്ള അഹമ്മദ് അൽ ഷാറയുമായി നേരിട്ട് സംവദിക്കുക. ഇതെല്ലാം ട്രംപിന്റെ ഒരു മെത്തഡാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ്. വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ നടപടിയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, പരസ്പര താരിഫുകൾ അന്താരാഷ്ട്ര ചർച്ചകളിൽ ഒരു വിലപേശൽ സാധ്യത തുറന്നിടുന്നുണ്ടോ? അമേരിക്കയും ഇപ്പോൾ എടുക്കുന്ന ഒരു പൊതുനയം സ്വാഭാവികമായും നേരത്തെയുള്ള അമേരിക്കൻ നയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് ട്രംപ് അദ്ദേഹം ഒരു അമേരിക്കനൈസേഷൻ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ പല ആംഗിളും കുറച്ച് നാളുകളായി അദ്ദേഹം എടുക്കുന്ന ആറ്റിറ്റ്യൂഡുകളെല്ലാം കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില വ്യൂ പോയിന്റ്സ്, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ലോകത്തെ മറ്റു രാജ്യങ്ങൾ ശക്തമായി അംഗീകരിക്കണം എന്നുള്ള നിലയിലേക്ക് വരുന്ന നിലപാടുകൾ നയതന്ത്ര രംഗത്തും അദ്ദേഹം സ്വീകരിക്കുന്നു. ഉദാഹരണത്തിന് ഉക്രൈനുമായിട്ട് ഉള്ള വിഷയത്തിൽ അദ്ദേഹം ഉക്രൈൻ്റെ നേതാക്കളോട് എടുത്തിട്ടുള്ള നിലപാടും നയവും നമുക്കറിയാം. അതൊരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാകുന്നത് ലോങ് ടൈമിലേക്ക് അമേരിക്കയെ പോലെയുള്ള രാജ്യത്തിന് നല്ലതാണോ എന്നുള്ളത് അവരും ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ട്രേഡാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത്. നമ്മുടെ എല്ലാ രംഗത്തും അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അമേരിക്കക്ക് ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ചെയ്യുന്ന ട്രേഡുകളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മേഖലയെല്ലാം ശക്തമായിട്ടൊരു ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡിന്റെ കാര്യത്തിൽ. പക്ഷെ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ചൈനയോട് എടുക്കുന്ന അതേ ആറ്റിറ്റ്യൂഡ് ഇന്ത്യയോടും എടുക്കാം എന്നൊരു നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നാം കേൾക്കുന്നത് ആപ്പിളിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനിക്ക് താക്കീത് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രീ ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾ അത് സ്വാഭാവികമായും അവരുടെ ഭരണകൂടത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മുടേത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി, ഒരുപക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടേതൊരു ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മളുടേതൊരു ഡയറക്റ്റ് ഒരു ഒറിജിനൽ വസ്തുക്കളുടെ ട്രേഡിനെ സംബന്ധിക്കുന്ന ഇത്രയേറെ, പ്രത്യേകിച്ച് കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് ഏറ്റവും കൂടുതൽ ഒരു രാജ്യം എന്നുള്ള നിലക്ക് അതിന് റൈറ്റ് പ്രിഫർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും അതിന്റെ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചാണെങ്കിലും ക്വാളിറ്റിയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്.
സ്വാഭാവികമായും നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതിയെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ രാജ്യത്ത് അങ്ങോട്ട് നടന്ന കയറ്റുമതിയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ നമ്മുടേതായിട്ടുള്ള നിലപാടുകൾ ഏത് രാജ്യവുമായിട്ടും ശക്തമായി സൂക്ഷിക്കുകയും ഒപ്പം തന്നെ അതിന്റെ ഒരു അതിർവരമ്പുകൾ ലംഘിക്കാതെ ട്രേഡ് നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ട്രംപ് കാണിക്കുന്നത് ഒരു വ്യതിയാനമാണ്, നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. അത് നമ്മുടെ മാർക്കറ്റിനെയും ബാധിക്കും, അവരുടെ മാർക്കറ്റിനെയും ബാധിക്കും. പക്ഷേ ഇന്ത്യ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ആരോപണം വളരെ ശക്തമാണ്. ഉദാഹരണത്തിന് ട്രംപ് ആവശ്യപ്പെട്ടത് ആപ്പിൾ ഫോണുകൾ പൂർണ്ണമായും അമേരിക്കയിൽ നിർമ്മിക്കണം, ഇന്ത്യയിൽ നിർമ്മിക്കേണ്ട എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിലൊക്കെ ഇന്ത്യ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ശ്രീ ജെയിംസ്, നമ്മള് ഇത് ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, ഗവൺമെന്റ് ഏതാണെങ്കിലും നമ്മൾ മറ്റ് രാജ്യങ്ങളോട് കാണിക്കുന്ന ഒരു നയതന്ത്ര ബന്ധത്തിന്റെ പ്രശ്നം, ഒരു സാധ്യത കൂടി ഇതിനകത്ത് കാണേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളും ഭീകരവാദികളും ഇവിടെ വന്ന് നിരന്തരമായി നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരോട് എപ്പോഴും നമ്മൾ ഒരു തിരിച്ചതേ രീതിയിൽ നമ്മുടെ സൈന്യമോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ നിലപാടുകൾ ഉറച്ചെടുക്കേണ്ട സമയത്ത് നമ്മൾ നിലപാടുകൾ ഉറച്ചെടുത്തിട്ടുണ്ട്. അമേരിക്ക ഇന്ത്യയുമായി ആ തരത്തിൽ ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താരിഫിനെ സംബന്ധിച്ച് അവരുടെ തർക്കത്തിന് ശ്രമിച്ചെങ്കിലും സ്വാഭാവികമായും അവർ അതിലൊരു പോസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരും തിരിച്ചറിയുകയാണ് ഇന്ത്യയുമായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിന്റെ ശക്തി എന്താണ് എന്നുള്ളത്. അപ്പൊ അമേരിക്ക ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മള് പൊഖ്രാനിൽ അണുവിസ്ഫോടനം നടത്തിയ സമയത്ത് നമുക്കെതിരെ സാങ്ഷൻ കൊണ്ടുവന്ന് ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പൊ അവരെല്ലാം ധരിച്ചത്, ആ രാജ്യങ്ങളെല്ലാം ധരിച്ചത് നമ്മൾ അതോടുകൂടി ഇല്ലാതെയായി പോകും, ഈ തരത്തിലുള്ള സാമ്പത്തിക ശക്തികളുടെ ആജ്ഞക്ക് നമ്മൾ അനുസരിക്കുന്ന ആളുകളായി മാറും എന്നുള്ളതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്യത്തിന്റെ മാർക്കറ്റും നമ്മുടെ രാജ്യത്തിന്റെ സേവിങ് കപ്പാസിറ്റിയും നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ബിസിനസ് ആറ്റിറ്റ്യൂഡും അത് രണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള സാധ്യത രാജ്യങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് റെസിഷൻ ഉണ്ടായ സമയത്താണെങ്കിലും ലോകത്ത് മറ്റു രാജ്യങ്ങൾ സാമ്പത്തികമായി മാന്ദ്യം നേരിട്ടിരുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാ പിടിച്ചിരുന്നത്? നമ്മളുടെ സാധാരണക്കാരുടെ ലോക്കൽ ലേമാന്റെ സേവിങ് കപ്പാസിറ്റി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ നടക്കുന്നത്. അത് പല രാജ്യങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പ്രതിസന്ധികളെ നേരിടുന്നു എന്ന് പറയുമ്പോൾ പോലും, ഈവൻ കോവിഡ് കാലഘട്ടത്തിൽ പോലും 2-2.5 വർഷക്കാലം ലോകം മുഴുവൻ കോവിഡിന്റെ പിടിയിലായിരുന്ന കാലഘട്ടത്തിൽ പോലും പിടിച്ചിരുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടേത്. ഇപ്പോ 2023-24 അതാത് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയുടെ നിലവാരം എടുത്താൽ ഓരോ വർഷത്തെ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അത്രയും സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു രാജ്യം ഇല്ല, നിലവിലില്ല. ചൈനയാണെങ്കിൽ. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ രാഘവൻ, താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ നേടിയോ? ഇല്ല, ഇത് ഒരു തുടക്കം മാത്രമാണ്. കാരണം ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വിധം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു പോസാണ് നടക്കുന്നത്. അപ്പൊ ഈ സമയത്ത് കൂടുതൽ ചർച്ച നടത്തി പല രാജ്യങ്ങളുമായിട്ട് ട്രേഡ് അഗ്രിമെന്റ്, ഇന്ത്യയുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിലെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, നേരത്തെ പറഞ്ഞ ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്, ഭീഷണിപ്പെടുത്തുക, മുൾമുനയിൽ നിർത്തുക, എന്നിട്ട് തനിക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ചർച്ച നയിച്ച് തനിക്ക് വേണ്ട കാര്യം ലഭിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ തൊട്ടു മുമ്പ് ആപ്പിളിന്റെ പ്രോഡക്ട്സ് ഇന്ത്യയില് നിർമ്മിക്കുന്നതിനെ പറ്റി ട്രംപ് ടിം കുക്കിനൊരു ഏകദേശം ഒരു താക്കീത് കണക്കെ പറഞ്ഞായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഈ ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റിന് വേണ്ടി നമ്മുടെ മന്ത്രി നയിക്കുന്ന ഒരു സംഘം അമേരിക്കയിലേക്ക് പോകുന്ന സമയമാണ്. അപ്പൊ ആ സംഘത്തിനെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഉള്ള ട്രംപിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണിത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധിക്കുമോ അതിനുവേണ്ടി ട്രംപ് ശ്രമിക്കും. അതിലൊരു കച്ചവടക്കാരന്റെ, ഒരു ബിസിനസ്സുകാരന്റെ ഒരു മൈൻഡ് സെറ്റ് ആണുള്ളത്. അവിടെ നയതന്ത്രവും രാഷ്ട്രീയവും ഒന്നും ട്രംപിനില്ല. അദ്ദേഹം അമേരിക്കയുടെ താല്പര്യം എന്താണ്, തന്റെ താല്പര്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് വഴിയും സ്വീകരിക്കും. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ ട്രംപ് എന്താണ് ഉദ്ദേശിച്ച സമ്പദ്ഘടനയായിട്ട് ബന്ധപ്പെട്ട നേട്ടങ്ങളാണെങ്കിൽ അത് ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എത്ര കമ്പനികൾ ഈ സമയത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റും? അമേരിക്കയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ കോസ്റ്റ് ഓഫ് ലേബർ വെച്ചുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അത് മാത്രമല്ല, അവർ ഇന്റർനാഷണലി ഇന്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ ആണ് ഇന്നുള്ളത്. ചൈന +1 എന്ന സ്ട്രാറ്റജി കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കമ്പനികളുടെയും എല്ലാ നിർമ്മാണ പ്രവർത്തനവും ചൈനയിൽ നിന്ന് മാറ്റി രണ്ടാമതൊരു രാജ്യത്തേക്ക് കൂടി മാറ്റണം എന്നുള്ളത് തന്നെ പല കമ്പനികൾക്കും നടത്തി തീർക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. അപ്പൊ ഇതെല്ലാം നിർത്തിക്കൊണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി, അതിന് ട്രംപ് എത്ര നാൾ ഭരിക്കും? 4 വർഷം. ഏറിയാൽ 4 വർഷം ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഭീഷണിക്ക് വഴങ്ങി ഇവരെല്ലാവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ അമേരിക്കയിലേക്ക് മാറ്റുമെന്ന്
വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറച്ചെങ്കിലും ഈ ട്രംപിന്റെ വാക്കുകളോടുള്ള ഒരു ബഹുമാനം കാണിച്ചുകൊണ്ടുള്ള ചില നടപടികൾ പല ബിസിനസ് വ്യവസായികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, അവിടുത്തെ സമ്പദ് വ്യവസ്ഥയോട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രംപിന് സാധിക്കും. അതാണ് അവിടുത്തെ ഒരു ബിഗർ ക്വസ്റ്റ്യൻ. കാരണം ഈ ഹൈ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, ഈ വ്യാപാര കമ്മി നിലനിർത്തിക്കൊണ്ട് പോകാൻ അമേരിക്കയ്ക്ക് അധികകാലം സാധിക്കില്ല. അതിന് ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രങ്ങൾ, അത് മാറ്റിമറിക്കാൻ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണിത്. ഇത് എത്രത്തോളം ശക്തമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? കാരണം ഇൻ ദ ഷോർട്ട് റൺ ദർ ബി പെയിൻ. കുറച്ചു നാളത്തെ വേദന അനുഭവിക്കുന്ന ട്രംപ് പറഞ്ഞു. പക്ഷെ എത്ര നാളത്തേക്ക് തന്നെ ജയിപ്പിച്ച ആൾക്കാരുടെ മുകളിൽ വേദന കൊടുക്കാനായി ട്രംപിന് സാധിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ചോദ്യമായിരിക്കും. വ്യക്തമാണ്. ഡോക്ടർ PJ വിൻസെന്റ്, വ്യാപകമായ പരസ്പര താരിഫുകളുടെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് യഥാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയുമോ? ഇതിൽ വിജയവും പരാജയവും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം ലോകം അത്രമേൽ ഇന്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞു. ലോകത്തിലുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥകളും വളരെയധികം ഇന്റഗ്രേറ്റഡ് ആണ്. ഇപ്പൊ ഗ്ലോബലൈസേഷൻ തൃണമൂല തലത്തിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു വ്യാപാര യുദ്ധം, പകര ചുങ്കം, റിട്ടാലിയേഷൻ താരിഫ് എന്നുള്ള പൊസിഷനിലേക്ക് ഏത് രാജ്യം നിലപാടെടുത്താലും അത് ഗ്ലോബൽ ട്രേഡിനെ അത് ബാധിക്കും. അതുപോലെ വികസനത്തെ ബാധിക്കും, വളർച്ചയെ ബാധിക്കും. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം. ഇത് ഏറ്റവും നന്നായി തിരിച്ചറിയുന്ന അമേരിക്കയ്ക്കുമാണ്. അതേസമയം ഇത് ഒരു ഇക്കണോമിക് വാർ എന്ന നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈനയുടെ വളർച്ചാ തോത് വെച്ച് 2030 ആകുമ്പോഴേക്കും അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട് ചൈന മാറും. അമേരിക്കയാണെങ്കിൽ ഒരു എന്താ പറയാ, അതിന്റെ വളർച്ച ഏകദേശം സ്റ്റാൻഡ് സ്റ്റിൽ ആവുകയും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പം അമേരിക്കയെ വിലയിരുത്തുന്നത്. അപ്പൊ 27 ട്രില്യൺ ഇക്കണോമിയാണ് അവരുടേത്. ചൈനയുടേത് 19.2 ട്രില്യൺ ഇക്കണോമി ഉണ്ട്. അധികം താമസിയാതെ ചൈന അമേരിക്കയെ മറികടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷം വരുന്നത്. പക്ഷെ ഇപ്പോഴും ഗ്ലോബൽ സിനാറിയോയിൽ ഈ ഡോളറിന്റെ ആധിപത്യം, നമ്മുടെ ട്രാൻസാക്ഷൻസ് മുഴുവൻ ഡോളറിലാണ്. ഈ ഡോളറിന്റെ സുപ്രീമസി നിലനിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയ്ക്ക് ലോകത്തിലെ സാമ്പത്തിക രംഗത്തെ നിർണ്ണയിക്കുന്ന കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്കയ്ക്ക് അവിടെ നിലനിൽക്കാൻ തന്നെ കഴിയും. അതിലൊരു സംശയവുമില്ല. അതേസമയം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ പുലർത്തുന്ന ഈ പ്രെഡേറ്ററി ട്രേഡ് മെക്കാനിസം, അതില് ഒരു പുനർവിചിന്തനം നടത്താൻ ചൈനയ്ക്കും ഒരു അവസരം കിട്ടി, അഥവാ ചൈന അതിനെ നിർബന്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗുണമുണ്ടായത് ഏഷ്യൻ രാജ്യങ്ങളിലാണ്. ചൈനയും ഈ അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തെ മറികടക്കാൻ അവർക്ക് കൂടുതലായിട്ട് ഇന്ത്യൻ വിപണിയെ ആശ്രയിക്കേണ്ടി വരും. മറ്റ് രാജ്യങ്ങളിലെ ഏഷ്യൻ വിപണികളെ ആശ്രയിക്കേണ്ടി വരും. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ വിപണി ചൈനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായി വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള ഈ ബോർഡർ ഡിസ്പ്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ മാന്യമായ നിലപാട് ചൈനയ്ക്ക് സ്വീകരിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഈ സംഘർഷത്തിലെ ഒരു ബെനിഫിഷ്യറി യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൽ ചൈന കഴിഞ്ഞാൽ ചൈനയിൽ നിന്ന് ഉൽപാദനം അവസാനിപ്പിച്ച് പോരാൻ തയ്യാറുള്ള കമ്പനികളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇന്ത്യ ആയിരിക്കും. ചൈനയേക്കാൾ നല്ല സ്ഥലമാണ് ഇന്ത്യ. കാരണം ഇത്രയും അധികം ക്വാളിറ്റിയുള്ള ഇന്റലക്ച്വൽ മെയിൻ പവർ, ടെക്നിക്കൽ മെയിൻ പവർ, അതുപോലെ മറ്റ് ഭൗതിക സൗകര്യങ്ങൾ, ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഒരു ജനാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും അതുപോലെ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളെ ഒക്കെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. അങ്ങനെ അതുകൊണ്ട് പടിപടിയായി അവരുടെ കമ്പനികൾ ചൈന ഉപേക്ഷിക്കുന്ന കമ്പനികൾ അവരുടെ നെക്സ്റ്റ് പ്രിഫറൻസ് ഇന്ത്യ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഉടനടി നടക്കില്ല എന്നുള്ള കാര്യവും നിസ്തർക്കമാണ്. കാരണം ഈ 4 വർഷം എന്നുള്ളത് ഒരു പ്രശ്നമല്ല യഥാർത്ഥത്തിൽ ട്രംപിന്റെ. കാരണം ബൈഡൻ അധികാരത്തിൽ വന്നപ്പോഴും ട്രംപ് തോറ്റെങ്കിലും ട്രംപേരിക്ക തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് ട്രംപ് സ്വീകരിച്ച രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളിൽ ഒരു സീ ചേഞ്ച് കൊണ്ടുവരാൻ ബൈഡൻ തയ്യാറായില്ല. അതിന് കാരണം അമേരിക്ക ഇന്നിപ്പോൾ സ്വീകരിക്കുന്ന നയങ്ങൾ പലതും പ്രൊട്ടക്ഷനിസമാണ്.
പക്ഷെ ഒരു പരിധിവരെ പ്രൊട്ടക്ഷനിസം ആവശ്യമായി വരുന്ന ഒരു സാമ്പത്തിക ആഭ്യന്തര സാഹചര്യത്തെ അമേരിക്ക അഭിമുഖീകരിക്കുന്നുണ്ട്. അത് അവിടുത്തെ ബ്ലൂ കോളർ ജോലിക്കാരുടെ പ്രശ്നങ്ങളും മറ്റു തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വിഷയങ്ങളെ ട്രംപാണ് അഡ്രസ്സ് ചെയ്തത്. അത് മാറ്റിവെച്ചിട്ട് ഒരു നയരൂപീകരണം നടത്താൻ ഇനി വരുന്നത് ഒരുപക്ഷെ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നാലും കഴിയില്ല. അതുകൊണ്ട് ചൈനയുമായിട്ടും ഉള്ള ഈ വ്യാപാര യുദ്ധത്തിന്റെ അലയൊലികൾ ട്രംപ് അധികാരത്തിൽ നിന്ന് പോകുന്നതോടുകൂടി അവസാനിക്കും എന്ന് കരുതാൻ സാധിക്കില്ല. അതേസമയം ചൈനയ്ക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി അതിന്റെ സാമ്പത്തിക നയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളില്, ആഫ്രിക്കയിലെ, ഏഷ്യയിലൊക്കെയുള്ള ചൈനീസ് നിക്ഷേപങ്ങൾ ഒരു പ്രെഡേറ്ററി സ്വഭാവമുള്ളതാണ്. അത് ഒട്ടും അയവാർന്നതല്ല. തിരിച്ചറിവ് മുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ സ്വത്ത് മുഴുവനും പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കമ്പൻടോട്ട തുറമുഖം 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തത് ഉദാഹരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഫ്രോ ഏഷ്യൻ മേഖലയിലും അതുപോലെ സൗത്ത് ഈസ്റ്റിലും ഈ ചൈനയുടെ പ്രഡേറ്ററി ട്രേഡിംഗ് മെക്കാനിസത്തോടുള്ള പ്രതിഷേധവും ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അതുപോലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അത് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഇതുവരെ നേടിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് ആയിട്ട് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ മാത്രമാണ് അതിൽ ഇപ്പോഴും തിളക്കമാർന്ന് നിൽക്കുന്നത്. അതിൽ തന്നെ ബലൂജി മേഖലയിലൊക്കെയുള്ള വലിയ പ്രതിഷേധം ചൈനയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ട്രേഡ് വാർ ഒരർത്ഥത്തിൽ അത് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഈ ഗ്ലോബലൈസ്ഡ് ട്രേഡ് സിനാറിയോയെ സമീപിക്കാൻ ചൈനയും പ്രേരിപ്പിക്കും. കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് പോകാൻ അമേരിക്കയും തയ്യാറാകേണ്ട വരും. അതിന്റെ എക്സ്ട്രീം പൊസിഷനിലാണ് ഇപ്പോൾ ട്രംപ് നിൽക്കുന്നത്. ട്രംപ് തീർച്ചയായിട്ടും താഴേക്ക് പോരേണ്ട വരും. അതുകൊണ്ട് പുതിയ ഒരു ലോകക്രമം, സാമ്പത്തിക രംഗത്ത് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവമുള്ള ഒരു ലോകക്രമത്തിലേക്ക് ഈ താരിഫ് യുദ്ധം നയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ താരിഫ് വാർ അമേരിക്കയുടെ സാമ്പത്തിക വിഷയങ്ങൾക്കൊരു പരിഹാരമാകുമോ? അല്ല, അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഇപ്പൊ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഇപ്പോഴത്തെ അവരുടെ നയങ്ങൾ അത് നേരത്തെ അത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, നേരത്തെ ഉണ്ടായിരുന്ന നയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി വളരെ സ്പീഡിൽ ചില ചേഞ്ചസിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ തരത്തിൽ താരിഫ് ഉയർത്തുന്നതോടുകൂടി അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മേൽ താരിഫ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതോടുകൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ട്രംപ് ലക്ഷ്യം വെക്കുന്നത്, തന്റേതായിട്ടുള്ള ഒരു അപ്രമാദിത്വം ആ രാജ്യങ്ങളിൽ തന്റെ കൺട്രോളിലേക്ക് അവരുടെ ഇക്കോണമിയെയോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമല്ലാത്തതുമായിട്ടുള്ള എക്കോണമിയെ കൂടി താൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ താൻ പറയുന്ന രീതിയിലേക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യയും ചൈനയും ലോകത്തിലെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റുള്ള രണ്ട് രാജ്യങ്ങളെ അമേരിക്കക്ക് വീണ്ടും നിയന്ത്രിക്കാൻ കഴിയുന്നു. താരിഫ് ചേഞ്ച് കൊണ്ടുവരുന്ന അവരുടെ പ്രൊഡക്ഷനെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ഈ കൊമേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ആ തരത്തിലേക്ക് തനിക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതോടുകൂടി അവർ ഒരുപക്ഷെ ലക്ഷ്യം വെക്കുന്നത് ഒന്നുകിൽ ട്രംപിനെ സംബന്ധിച്ചാണെങ്കിലും ഇല്ലെങ്കിൽ ഭരണകൂടം തന്നെയും ലക്ഷ്യം വെക്കുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അമേരിക്കൻ അപ്രമാദിത്വത്തിൽ മാത്രമേ ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് രീതിയിൽ മാത്രം നടക്കുന്ന ഒരു ട്രേഡിൽ നിന്ന് കുറച്ചുകൂടി മാറി ഇ കൊമേഴ്സ് സിസ്റ്റം കുറച്ചുകൂടി ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തെ ഇ കൊമേഴ്സ് സിസ്റ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന ട്രേഡ് ഒരുപക്ഷെ പലപ്പോഴും കണക്കുകൂട്ടാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് അതിന്റെ വോളിയം വരികയോ അതല്ലെങ്കിൽ അതിന്റെ ചാൻസസ് വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ കൺട്രോളിലേക്ക് വേൾഡ് ഇക്കോണമിയെ മൊത്തം ചാനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ അപ്രമാദിത്വത്തിലാണ് ഇപ്പോഴും ലോകം എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇപ്പൊ ഇന്ത്യയെ പോലുള്ള ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിക് സിസ്റ്റം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി സുതാര്യമായി നമ്മൾ ഏതാണ്ട് 92 നമ്മൾ എടുത്തിട്ടുള്ള നയത്തിനെ തുടർന്ന് കുറച്ചുകൂടി നമ്മൾ സുതാര്യതയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. മേഖലയിൽ എല്ലാ സാമ്പത്തിക മേഖലയിലും നമ്മുടെ വേൾഡ് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ള നടപടികളിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇപ്പൊ കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ട് കാലത്തെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇക്കോണമി ശക്തിപ്പെട്ടു വരികയാണ്. അതെല്ലാ രംഗത്തും നമ്മൾ ശക്തിപ്പെട്ടു വരികയാണ്. പ്രൊഡക്ഷന്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും അതെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ച് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇക്കോണമി കുറച്ചുകൂടി ലോക ഇക്കോണമിയിൽ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്
എല്ലാ IMF-ന്റേതാണെങ്കിലും വേൾഡ് ബാങ്കിന്റേതാണെങ്കിലും ഒക്കെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇക്കോണമി ശക്തിപ്പെടുന്നു എന്നതാണ്. നമ്മളുടെ ഇക്കോണമി പിന്നോട്ട് പോകുന്നതായി എവിടെയും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നില്ല. അപ്പൊ അത് കാണിക്കുന്നത് ലോകത്തിലെ ഒരു പക്ഷേ മൂന്നാമത്തെയോ നാലാമത്തെയോ സാമ്പത്തിക ശക്തിയിലേക്ക് നാം കടന്നു വരുന്നു എന്നതാണ്. ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് നമ്മളുടെ നില മെച്ചപ്പെടുന്നു. ഇതൊരു പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അവർ ശ്രദ്ധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഭാവിയിൽ അവരുടെ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെന്റർ എന്നുള്ള അമേരിക്കയുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന സംവിധാനം പതുക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാകാം. അതുകൊണ്ടാണല്ലോ ടെസ്ലയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ആപ്പിളിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇപ്പൊ ടെസ്ലയുടെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള നിലപാട് കുറച്ചുകൂടി കർക്കശത്തോടുകൂടി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് വില പോകുന്നില്ല. ജെയിംസ്, അതിന്റെ ഒരു കാരണം നേരത്തെ നമ്മുടെ ഗവൺമെന്റുകൾക്കുണ്ടായിരുന്ന ശക്തിയേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചുകൂടി ശക്തമായി ഒരു പക്ഷെ സൈലന്റായി, അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മളുടെ ഗവൺമെന്റ് സൈലന്റായി ഇതിനെ വാച്ച് ചെയ്യുകയും ഒപ്പം തന്നെ ആ സൈലന്റ് ആയി തന്നെ അതിനെ റിയാക്ട് ചെയ്യുകയും. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ KN രാഘവൻ, പരസ്പര താരിഫുകൾ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെയും എങ്ങനെ ബാധിക്കുന്നു? പരസ്പര ടാരിഫ് 26% ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ അത് ഇന്ത്യക്ക് ഒരു തിരിച്ചടിയായിരുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കൊഞ്ചാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ ഏറ്റവും അധികം കൊഞ്ച് സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ്. 35% ഇന്ത്യയുടെ സപ്ലൈ ആണുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാന കോമ്പറ്റീറ്റർ ആരാണ്? ഇക്വഡോർ എന്ന് പറഞ്ഞ രാജ്യമാണ്. ഇക്വഡോറിന് 10% അങ്ങനെ നമുക്ക് 26%, ഇക്വഡോറിന് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിപണി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ തൽക്കാലം ആ പോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പഴയ പോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്ക് ഒരേ നികുതി ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ കയറ്റുമതി നടക്കുന്നുണ്ട്. അപ്പൊ ഈ 90 ദിവസത്തെ പോസ് തുടരുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനകം ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ്, ഒരു രണ്ട് രാജ്യങ്ങളും കൂടി ഒരു വ്യാപാര കരാറിൽ ഒപ്പിടുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധമായിട്ട് മറ്റുള്ള കയറ്റുമതി നന്നായി പോകും. പക്ഷെ ഇവിടെ നേരത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ ഭാഗം, അതായത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയിലെ കയറ്റുമതി നടത്താൻ സാധിക്കുന്നില്ല. അതിന് കാരണം നമ്മളെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടുകളിലെ നെറ്റുകളിൽ കടലാമയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയ മാർഗമില്ല. അതായത് ടേർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസ് എന്ന് പറയുന്ന സാധനം ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കടലിൽ നിന്ന് കിട്ടുന്ന കൊഞ്ചിന്റെ കയറ്റുമതി അമേരിക്ക നിരോധിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയക്കാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി നമ്മൾ ആ ഒരു പുതിയ മോഡിഫൈഡ് ടെഡ് എന്നുള്ള ഒരു ഉപകരണം ഉണ്ടാക്കി അതിന് സർട്ടിഫിക്കറ്റ് കിട്ടി, അത് അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് സബ്സിഡി ഉള്ള നിരക്കിൽ എല്ലാ സംസ്ഥാന സർക്കാരും വഴി ബോട്ട് ഉടമകൾക്ക് നൽകാനായിട്ടുള്ള ഒരു സ്കീം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ രണ്ടാമത് അമേരിക്കയിലേക്ക് കടലിൽ നിന്ന് പിടിക്കുന്ന കൊഞ്ച് കയറ്റി അയക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വലിയ കാര്യമാണ്. കാരണം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വില അവർക്ക് കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ലോകത്തിലെ ഏറ്റവും നല്ല വില തരുന്ന വിപണി അമേരിക്കൻ വിപണിയാണ്. അതിൽ യാതൊരു സംശയമില്ല. മത്സ്യ സംബന്ധം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു വലിയ വിപണിയാണ് ഈ സീ ഫുഡ് എക്സ്പോർട്ട് സെക്ടറിൽ. അത് കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള നടപടികൾ എപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതായത് പരസ്പര താരിഫ് ഇന്ത്യയുടെ മത്സ്യബന്ധന മേഖലയ്ക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, പരസ്പര ടാരിഫ് മാറി ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മത്സ്യ മേഖലയ്ക്ക് ഒരു വലിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം രണ്ട് രാജ്യങ്ങളിൽ യോജിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പരസ്പര താരിഫ് തീർച്ചയായിട്ടും ചെയ്യില്ല. കാരണം പരസ്പര താരിഫ് നമുക്ക് 26 ഇക്വഡോറിന് 10 ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള പരസ്പര താരിഫ് നിരക്കതാണ്. തൽക്കാലത്തേക്ക് 90 ദിവസം പോസിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഫ്രീസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അതിനകം തന്നെ ഒരു അഗ്രിമെന്റ് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മേഖലയ്ക്ക് നന്മ ചെയ്യുന്നതന്നെ ഞാൻ വിശ്വസിക്കുന്നു. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. US പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകൾ പരസ്പര താരിഫുകൾ നടപ്പിലാക്കുന്നത് വ്യാപാര നയ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുമെന്ന് തീർച്ചയാണ്. JP മോർഗൻ, ഗോൾഡ്മാൻ സാച്ചസ് പോലുള്ള സ്ഥാപനങ്ങൾ 2025 ആഗോള മാന്ദ്യത്തിനുള്ള സാധ്യതാ പ്രവചനങ്ങൾ നടത്തുന്നത് ഈ അനിശ്ചിതത്വം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അമേരിക്കയുടെയും ചൈനയുടെയും ഇക്കാര്യത്തിലുള്ള ഭാവി തീരുമാനമാണ് വ്യവസായ ലോകം ഉറ്റുനോക്കുന്നത്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ PJ വിൻസെൻ്റ്, ഡോക്ടർ KN രാഘവൻ, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.